എടാ, എപ്പം ഇല്ലേ ഈ എന്തേലും കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ റിസൾട്ട് വരുന്നൊരു ടൈമോ, അല്ലെങ്കിൽ ഒന്നുമില്ല നമ്മളുടെ 10th 12th ഒക്കെ റിസൾട്ട്സ് വരുന്ന ടൈമോ, എന്തെങ്കിലും ഒരു റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ എക്സാംസ് വരുന്ന ടൈം. ഈ ടൈമിലില്ലേ ഞാൻ ശരിക്കും ഒരു 3-4 ദിവസം ന്യൂസ് പേപ്പർ വായിക്കത്തില്ല. ന്യൂസ് നോക്കത്തില്ല ഓൺലൈൻ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ന്യൂസ് കേൾക്കുക. ഓക്കെ. ചിലപ്പം സ്ട്രെസ്സ് കാരണം ചില കുട്ടികൾ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കും. ഓക്കെ. ചിലപ്പം മാർക്ക് വിചാരിച്ച അത്രയും മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കും. ഇവരൊക്കെ നമ്മളുടെ മക്കളെ പോലെയല്ലേ? കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. ആൻഡ് എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യവുമാണിത്. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഞാൻ ന്യൂസ് ഒന്നും വായിക്കില്ല. എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ ഇത്രയും മാത്രം സങ്കടം എല്ലാവർക്കും വരും. ഫെയിലിയർ വന്നാൽ സങ്കടം വരും. സങ്കടം ഉം. വരാത്ത മനുഷ്യരേ ഇല്ല. ചിലപ്പോൾ പേരൻസിനും സങ്കടം വരും. റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന്, ടീച്ചേഴ്സിനൊക്കെ സങ്കടം വരാം. പക്ഷേ എന്തുകൊണ്ട് കുട്ടികള് ഈ ലൈഫ് എൻഡ് ചെയ്യാൻ പോകുന്ന പോലെയും അങ്ങനത്തെ വീട്ടിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ ഓടിപ്പോവുക ഇങ്ങനത്തെയൊക്കെ എക്സ്ട്രീം സ്റ്റെപ്പിലോട്ട് എന്തുകൊണ്ട് എന്താണ് നമ്മുടെ കുട്ടികളെ പുഷ് ചെയ്ത് ഇടുന്നത് ഇതിൻ്റെ അകത്ത്? ഇവരുടെ ഒരു കുട്ടികളിൽ വരുന്ന ഒരു പ്രോബ്ലം ആണോ? അതോ കുട്ടികളുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണോ? വാട്ട് ഈസ് ആക്ച്വലി ട്രബിളിങ് ദെം എന്നുള്ളത് ഒട്ടും ഒട്ടും മനസ്സിലാവുന്നില്ലാത്തൊരു കാര്യമാണ്. ഉം. നമ്മളിലോ അറിഞ്ഞോ അറിയാതെയോ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ സംസാര രീതിയിൽ ഒരു കുട്ടി വന്നു വെച്ചോളൂ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ആ കുട്ടീനെ ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ആ, ഇത് സ്കൂൾ ടോപ്പർ ആട്ടോ, റാങ്ക് ഹോൾഡർ ആണ്, ഭയങ്കര ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്. ആ കുട്ടി ചെയ്ത് ഏതെങ്കിലും ഒരു സക്സസ്ഫുൾ കാര്യത്തിന് എടുത്തു വെച്ചിട്ട് ആ കുട്ടീന്റെ ഐഡന്റിറ്റി ആക്കിയിട്ട് നമ്മൾ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ സക്സസ്ഫുൾ ആകുമ്പോഴാണ് എനിക്കൊരു ഉള്ളത്. സക്സസ് ആണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പം തൊട്ടേ നമ്മൾ വലിയവർ ഇൻജെക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ് ഇടാ. എന്നിട്ട് നമ്മൾ ഒരു എറ്റ് എ പോയിന്റ് ഇറ്റ് ഇസ് ഓക്കെ പറയുന്ന പോലെയല്ല. നമ്മൾ തുടക്കത്തിലേ അവരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് തോന്നും ഞാൻ ഫെയിലായ ഞാൻ വേർതി അല്ല. അങ്ങനെ തോന്നി പോവാണ്. ബിക്കോസ് ഞാൻ സക്സസ്ഫുൾ ആയാലേ എനിക്ക് വേർത്തുള്ളൂ എന്ന്. ശരിയാട്ടോ, നീ പറയുമ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി, ഒരു കിൻഡർ ഗാർഡനിൽ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ പോലും എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നറിയോ? ഓ, ഇവൻ ഓട്ടത്തില് ഫസ്റ്റാ, അല്ലെങ്കിൽ ഇവനില് റെസിറ്റേഷന് ഫസ്റ്റാ, അല്ലെങ്കിൽ പഠിക്കാൻ ഫസ്റ്റാ. ഇങ്ങനെ പറയുമ്പം നീ പറയുന്ന പോലെ നമ്മൾ തന്നെ അറിയാണ്ട് എന്തൊക്കെയോ നമ്മൾ അവരുടെ ഉള്ളിൽ ഇടുക അല്ലേ? ഓ, സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ ഒരു വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫെയിലിയറാ. ഇതുപോലെ തന്നെയാണ് സ്കൂളിന്റെ എക്സാംസും ഓരോ ഇയറിലുള്ള എക്സാംസും, പ്രത്യേകിച്ച് 10th 12th എന്നൊക്കെയുള്ള എക്സാംസ്, പിന്നെ അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂയോ എന്തെങ്കിലും കാരണം ഇപ്പൊ ഇപ്പൊ നീറ്റ് തന്നെ നോക്കിക്കേ, പേപ്പർ എങ്ങനെയൊക്കെയോ ലീക്കായി. ഓക്കെ, പൈസയുള്ള കുറെ ആൾക്കാർ അത് മേടിക്കുകയും ചെയ്തു. ഒട്ടും ഇതൊന്നും അറിയാതെ കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പോയി പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പം നന്നായിട്ട് എഴുതാൻ പറ്റി. പക്ഷേ ഇത് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞപ്പം എത്ര കുട്ടികൾക്കാണ് അത് താങ്ങാൻ പറ്റാഞ്ഞത്? ആക്ച്വലി അത് അവരുടെ ഒരു തെറ്റേ അല്ല. അവരൊന്നും അതിൽ ചെയ്തിട്ടില്ല. അവർ എഫേർട്ട് ഇട്ടു ആൻഡ് കുട്ടികൾക്ക് കുറെ ഹോപ്പ് ഉണ്ടായി, അല്ലേ? അപ്പം ഇതുപോലെ തന്നെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോഴും അതിൻ്റെ അകത്തെ സക്സസ് വെച്ചിട്ട് നമ്മൾ കുട്ടികൾ ഓ ആ അവൾക്കോ അവനോ അല്ലെങ്കിൽ അത് കിട്ടി, ജെഇ കിട്ടി, നീറ്റ് കിട്ടി എന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് വിളിച്ച് എല്ലാവരുടെ അടുത്തും പറയുമ്പോഴും കുട്ടികൾക്കൊരു തോന്നല്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തെങ്കിലും സക്സസ്ഫുൾ സ്റ്റോറീസ് കൊണ്ടുവന്നാലേ ഞാൻ എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അത് മാത്രമാണോ? എന്തും ആയിക്കോട്ടെ, ഇപ്പൊ ഒരു സ്പോർട്സ് ആയിക്കോട്ടെ, അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവാർഡ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മള് സ്റ്റേറ്റസ് ഇടുക, നാട്ടുകാരെയൊക്കെ വിളിച്ച് പറയുക. അപ്പൊ കുട്ടികളുടെ വിചാരം ആ ഒരു റെക്കഗ്നിഷൻ കിട്ടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നാലേ എനിക്ക് റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. ഒരു ഫെയിലിയർ ആണെങ്കിൽ ഞാൻ എല്ലാവരെയും വിഷമിപ്പിക്കുകയാണ്. എൻ്റെ ചുറ്റുമുള്ളവര്, എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, ഗ്രാൻഡ് പേരൻസ് ആയിക്കോട്ടെ, എൻ്റെ സൊസൈറ്റിയിലുള്ള എല്ലാവരും വന്ന് ചോദിക്കും, അയ്യോ എത്ര കിട്ടി മാർക്ക്, എന്ത് കിട്ടി, ഇത് ചോദിക്കും. ഞാൻ എല്ലാവരെയും ഡിസപ്പോയിന്റ് ചെയ്യാണ്. ഒരു ഫെയിലിയർ വരുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിക്ക് തോന്നുന്നത് ഞാൻ എല്ലാവരെയും ഡിസപ്പോയിന്റ് ചെയ്യാണ് എന്നുള്ളൊരു തോന്നലാകാം
കുട്ടികളെ ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്ന അല്ലേ? അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് പറയും, അങ്ങനത്തെ ഒരു പ്രഷർ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ്ട വിചാരിച്ചിട്ട് ചില പാരൻസ് നേരെ തിരിച്ചും ചെയ്യും. അവരെന്ത് ചെയ്യും വെച്ചാൽ അവർ ഓവർ പ്രൊട്ടക്റ്റീവ് ആവും. അതായത് കുട്ടികൾ അവർ ഒരു ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അതിന്റെ മുമ്പേ അവർ ചാടി പുറപ്പെടും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതിന്റെ മുമ്പ് ആദ്യം അമ്മയും അച്ഛനും ഉണ്ടാവും അതിന്റെ മുമ്പിൽ. അവർ എന്നിട്ട് ആ വഴി ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ബൈ ചാൻസ് ഈ കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കിയ അപ്പോഴേക്കും ഇവർ വന്ന് ഷീൽഡ് ചെയ്തു, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പൊ എന്താ, കുട്ടികൾക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാതെ വളർന്ന കുട്ടികൾക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി അവരുടെ ലൈഫിൽ വരുമ്പോഴേ അവർക്ക് തോന്നും, അയ്യോ ഇതെന്തോ ഒരു വലിയ ഇഷ്യൂ ആണ്, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. വേറെ ചെറുപ്പം തൊട്ടേ ചെറുതായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആയിക്കോട്ടെ വന്നോട്ടെ, അവരത് ഓവർകം ചെയ്യും. ചെറുപ്പത്തിലേ അങ്ങനെ ഓവർകം ചെയ്ത് വരുമ്പോൾ എന്താ വെച്ചാൽ വലുതായാൽ ഈ പറഞ്ഞ പോലെ ആക്ച്വലി വലിയ പ്രശ്നം വന്നാലും അവർക്ക് അറിയും ഇതും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്. അവിടെ നമ്മൾ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കണം, ഈ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് എല്ലാം ശരിയാക്കി കൊടുത്താൽ കുട്ടികൾ പഠിക്കില്ല എങ്ങനെ ഓവർകം ചെയ്യണമെന്ന്. വളരെ ട്രൂ. അപ്പം നമുക്ക് പേരൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ കുഞ്ഞുമക്കളെ നല്ല സ്ട്രോങ് ആക്കി, മെന്റലി സ്ട്രോങ് ആക്കി, എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓവർ പ്രൊട്ടക്ഷൻ നിർത്തിയാൽ കുറേയൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു എഫേർട്ടിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ? ഒരു എക്സാം വരാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വരിക, അപ്പം അതിൻ്റെ പ്രാക്ടീസിൽ മാത്രം നോക്കിയാൽ മതി. റിസൾട്ട് എന്തും ആയിക്കോട്ടെ, എന്തും നടക്കാം ആ ഫൈനൽ ഡേയിൽ. അപ്പം അതിനെ ഫോക്കസ് ചെയ്യാണ്ട് എഫേർട്ടിനെ മാത്രം ഫോക്കസ് ചെയ്താൽ, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, നമ്മൾ പകുതി ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പകുതി, കുട്ടികൾ ചെയ്യേണ്ട പകുതി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ ബാക്കി നമ്മൾ എന്ത് വന്നാലും നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം ഉണ്ടാവും എന്തും ഫേസ് ചെയ്യാനുള്ള. ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വന്നു, അല്ലെങ്കിൽ ഒരു ഭയം വന്നു, എൻ്റെ പേരൻസിനോട് എനിക്ക് എന്തും പറയാം, അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടാവും എന്നുള്ളൊരു തോന്നൽ വന്നാൽ തന്നെ അതൊരു വല്ലാത്ത ധൈര്യമാണ്. പിന്നെ എല്ലാം നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസാണ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ സക്സസ്ഫുൾ, അവരുടെയൊക്കെ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെ ഇത്രയും ആയി. പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള ഒരു സ്ട്രഗിളോ അവരെത്ര ഫെയിലിയേഴ്സ് അവർ ഗോ ത്രൂ ചെയ്തെന്നുള്ളതോ നമ്മുടെ കുട്ടികൾക്ക് വലിയ പിടുത്തമില്ല തോന്നുന്നു. ബിക്കോസ് എല്ലാ പേരൻസും പറയുന്നു, കണ്ടോ അവനെ കണ്ടുപിടിക്കും, നോക്ക് അയാളെ നോക്ക്, ആൾ ഇത്രയും സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന അല്ലാണ്ട് അവരതിന് മുമ്പേ ആ അവിടം വരെ എത്താൻ വേണ്ടി എന്തോരം ഫെയിലിയേഴ്സിൽ കൂടെ നടന്നു, എന്തോരം സ്ട്രഗിൾസിൽ കൂടെ നടന്നു. നമ്മുടെ സിനിമാ നടന്മാർ തന്നെ ഭയങ്കര ഹീറോസ് ആയിട്ടുള്ള മോഹൻലാൽ ആയാലും ആരായാലും പറയാറില്ലേ അവരുടെ ചെറുപ്പത്തിലുള്ള സ്ട്രഗിൾ ഇതിനെ പറ്റി. അല്ലാതെ മോഹൻലാലോ എല്ലാവരും വരുമ്പോഴത്തേക്കിനും ആദ്യം തന്നെ ഡയറക്ടർ ബാ ഹീറോ ആക്കി വിടാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. എല്ലാവരും ഒരു സ്ട്രഗിൾ ചെയ്ത് കുറേ ഫെയിലിയേഴ്സ് അതിൽ നിന്ന് എണീക്കാനുള്ള ഒരു ധൈര്യം കൂടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. എന്ത് ഫെയിലിയർ ആണെങ്കിലും അത് എൻഡ് ഓഫ് ലൈഫ് അല്ല. അതിൽ നിന്ന് എണീറ്റ് നമുക്ക് ഇനിയും നമുക്ക് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആകാം എന്നുള്ളൊരു മെസ്സേജും കൂടെ പേരൻസ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ്. അതെ, അത് നമുക്ക് അത്രേ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു എക്സാമിനും നമ്മൾ എന്താണ് നമ്മുടെ വേർത്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ ഫെയിൽ ആയതുകൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നോ അവർക്ക് ഫ്യൂച്ചർ ഇല്ലാന്നോ അങ്ങനെ ഒരു മീനിങ്ങേ ഇല്ല. ഹാർഡ് വർക്കും സക്സസും ഒക്കെ നല്ലതാ, പക്ഷെ അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് മെന്റൽ സ്റ്റെബിലിറ്റി. കുട്ടികളെ നല്ല ഇമോഷണലി സ്ട്രോങ് ആക്കി വളർത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതായത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്തോ ആവട്ടെ, ആ ബുദ്ധിമുട്ടുകളെ ഒക്കെ എന്ത് വന്നാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് പറഞ്ഞു വെച്ച് നമുക്ക് കുട്ടികളെ വളർത്താൻ പറ്റിയാൽ അതാണ് അതിന്റെ ശരി. അതിനാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, എന്താണെടാ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. അതായത് തീ പോലത്തെ ചൂടില് ഒരു സാധനം വളർന്ന, ഒരു വിത്ത് വളർന്ന, വിത്ത് നമ്മളെ കുട്ടികൾ വളർന്നാല് വെയിലത്തിട്ടാലൊന്നും അത് പെട്ടെന്ന് വാടില്ല, വാടി പോവില്ല. നമ്മളെ കുട്ടികളെ നമുക്ക് അങ്ങനെ സ്ട്രോങ് വിത്തുകളാക്കി വെക്കണ്ടേ. അതെ, അതുപോലെ മക്കളെ, ഈ കുഞ്ഞു കുഞ്ഞു ഫെയിലിയേഴ്സ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഒന്നും അല്ല. ശരിക്കും ഞാനും എൻ്റെ ജീവിതത്തിലൊക്കെ ഇഷ്ടംപോലെ ഫെയിലിയേഴ്സ് കണ്ട ഒരാളാണ്. ഞാനും വലിയ സക്സസ്ഫുൾ ആയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമുക്ക് എണീറ്റ് ഒരു കുഴിയിൽ വീണാൽ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് നടക്കും. അത് നടക്കാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലേ? അതെ, കുട്ടികൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതിൽ ഒരു കുട്ടി പോലും പോവരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് റൺ ആൻഡ് ഗോ.